അവനൊഴിച്ചു ബായ് അടിച്ചിട്ട് അടിക്കുക. പുള്ളി അടിക്കില്ല നമുക്ക് ഒഴിച്ചേരണല്ലാതെ ഇത്രയും വർഷമായിട്ട് അവ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ട് കൊള്ള എല്ലാ പ്രാവശ്യവും ദുബായിൽ നിന്ന് വരുമ്പോ അവ എനിക്ക് സാധനം കൊണ്ടുവരും. കാര്യം തോന്നുന്നു എന്റെ ഡീലിങ്. ഓ കുട്ടൻ ചേട്ടൻ നേരത്തെ തുടങ്ങിയല്ലേ? മനോജേട്ടാ ആടാ നാളെ നിങ്ങളെ ബൈക്ക് ഒന്ന് വേണമായിരുന്നു. എന്തുണ്ടാ പെണ്ണുപറ്റി കറങ്ങായി ഏത് പെണ്ണു? ഒരെണ്ണം സെറ്റായി ചേട്ടാ. ഓട്ടണ ചേട്ടാ അതാ വലിയ വീട്ടിലെ പെണ്ണേട്ടാ. എന്തൊരു ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്തത്? അതെന്തേട്ടാ അങ്ങനെ ഒരു ടോക്ക്? അല്ല ഇവിടെ ദുബായിക്കാരന് പെണ്ണ് കിട്ടാനില്ല, പിന്നെ ഓലപ്പരയെ കിടക്കണം നിനക്ക് വീടാ. ചേട്ടാ അവള് വലിയ വീട്ടിലെ കൊച്ചൊക്കെയാണ്, പക്ഷെ അവൾ ആളൊരു പാവമാണ് ചേട്ടാ. എടാ ഈ പെണ്ണുങ്ങളിൽ അങ്ങനെ പാവം ഭയങ്കര ഒന്നും ഇല്ല, എല്ലാം ഭയങ്കരം തന്നെ. എന്നിടത്ത് അടിച്ചാടാ. മറ്റു പെൺപിള്ളേരെ പോലെയൊന്നുമല്ല അവള് എൻ്റെ കാര്യത്തിൽ ഇത്തിരി സീരിയസ് ആണ്. എടാ ഈ ദിവ്യപ്രേമമൊക്കെ 80കളിലെ ചത്ത്. നിങ്ങൾക്ക് എന്റെ കാര്യം അറിയാല്ല. അറിയാ 8 വർഷത്തെ പ്രണയം, പട്ടാളത്തിൽ നിങ്ങൾ ജോലി ഇട്ടിട്ട് അവൾ പറഞ്ഞിട്ട് നീ പോയില്ല. ഇപ്പൊ നീ പെയിന്റിങ് പണിക്ക് പോകണം, അവൾ വേറെ തോടെ പോവുകയും ചെയ്തു. ഇതല്ലേ പറയാൻ പോണത്? ഇത് 150 പ്രാവശ്യം ഞാൻ കേൾക്കണം. ഞാൻ 150 അല്ല 1500 പ്രാവശ്യം പറഞ്ഞാലും നീ കേൾക്കണം. ഒരാളിന് സങ്കടം പറയാൻ പാടാ എന്റെ മുണച്ച വർത്താനം. മനോജേട്ടാ ഇവിടെ അനിയ നിന്റെ സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. കൊടുക്കേണ്ടത് കൊടുത്തു വെച്ച് എടുക്കേണ്ടത് എടുത്തു വെച്ചാ നിന്റെ കയ്യിൽ നിന്ന് അവള് പോകൂല. പിന്നെ നിന്റെ കയ്യിൽ നിന്ന് പോയാൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരും. എന്റെ അവസ്ഥ അറിയാല്ല. നീ എന്താടാ പിള്ളേർത്ത് പറയണ? എന്താടാ പിള്ളേർത്ത് പറയണ? ഡേയ് നീ വീട്ടിൽ പണി എടുത്തോണ്ട് ഞാൻ കൊടുക്കാം. ഇനിടാ പാടാ പിള്ളേർത്ത് പറഞ്ഞ കാര്യമാണോ ഭയ? എന്റെ അവസ്ഥ ആർക്കും ഉണ്ടാവില്ല. പറയേണ്ടത് ഞാൻ എവിടെയും പറയും. എന്റെ അവസ്ഥ ആർക്കും ഉണ്ടാവില്ല ഇവിടെ. പറയേണ്ടത് ഞാൻ എവിടെയും പറയും. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ. നീ എന്ത് ബിസി ആയിരുന്നാ? അത് ഞാൻ ആരതി വിളിച്ചോണ്ടിരിക്കായിരുന്നു. നാളെ എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ചേർന്നേ, അതിന്റെ കുറച്ച് പ്ലാനും. അല്ല നാളെ എവിടെയാ വരണ്ടേ? എടാ രാവിലെ നീ ലൈബ്രറിയുടെ അവിടെ എത്താറാകുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഒരു 10 മണിയാകുമ്പോ. ഓക്കെ. അല്ല നാളെ വന്നിട്ട് എന്താ പ്ലാൻ? ഹലോ ഹലോടാ, നാളെ വന്നിട്ട് എന്താ പ്ലാൻ എന്ന്? ഹലോ നിന്റെ സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. കൊടുക്കേണ്ടത് കൊടുത്തു വെച്ച് എടുക്കേണ്ടത് എടുത്തു വെച്ചാ നിന്റെ കയ്യിൽ നിന്ന് അവള് പോകും. ഹലോടാ, എടാ നാളെ വന്നിട്ട് എന്താ പ്ലാൻ എന്ന്? നിന്റെ സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അല്ല നാളെ വന്നിട്ട് എന്താ പ്ലാൻ? കൊടുക്കേണ്ടത് കൊടുത്തു വെച്ച് എടുക്കേണ്ടത്. അല്ല നാളെ വന്നിട്ട് എന്താ പ്ലാൻ? നമുക്ക് റൂമിൽ പോയാലോ? അതാകുമ്പോ നാട്ടുകാരെയും പേടിക്കണ്ട, നമുക്കൊരു പ്രൈവസി കിട്ടും. നിനക്ക് പേടിയൊന്നുമില്ലേ? നിങ്ങളിപ്പോ ഞാനെന്തിനാ പേടിക്കണേ? വണ്ടി എടുക്കും. അല്ല നിനക്കതെന്ത് പറ്റി? ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നുമില്ലടി, നമ്മളവിടുത്തെ ചേട്ടന്മാരുടെ ലവ് സ്റ്റോറി കേട്ടപ്പോഴേ അതുപോലെയൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുമെന്ന് ചെറിയൊരു തോന്നല്. എല്ലാരും ഒരുപോലെയാണോ? എല്ലാരും ഒരുപോലെയൊന്നും അല്ല, എന്നാലും. അതെന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എടി വിശ്വാസക്കുറവിൻ്റെ ഒന്നും അല്ല. എടാ എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമെന്നറിയോ? നീ എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് എൻ്റെ ലൈഫ് ലോങ് വേണമെങ്കിൽ നീ എൻ്റെ കൂടെ വേണം. എടി നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ നിൻ്റെ ഫാമിലി തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഫ്യൂച്ചറിൽ ഭയങ്കര പ്രശ്നമാവും. എടാ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടില്ലേ ഞാൻ എന്നെ സ്നേഹിച്ചത്? നീ എവിടെയുണ്ടോ അവിടെ എനിക്ക് സ്വർഗം. ഞാൻ സ്വർഗത്തിലും കഷ്ടപ്പാടാണെങ്കിൽ
അത് സഹിക്കാനും ഞാൻ തയ്യാറാണ്. എടി ഇതൊക്കെ വാക്കുകളുകൊണ്ട് പറയാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ പോട്ടെ. പോണ്ടെന്ന് പറഞ്ഞ ഇവിടെ നിൽക്കും. ലവ് യു. എന്താ തിരിച്ചൊന്നും പറയൂലേ? അതെന്നെ ചോദിച്ചു വാങ്ങേണ്ട കാര്യമല്ല, തോന്നുമ്പോ പറയും. ലവ് യു. ചേട്ടാ ഒരു ചായ. അളിയ നീ എന്ത് ഇവിടെ? നമ്മ കൂട്ടാനെ കാണാൻ വേണ്ടി ഒന്ന് അളിയാ. ഏത് കൂട്ടാനെ? എല്ലാം അറിയണം. പണ്ടത്തെ അതേ പോണ കിന്നാരം ചോദിക്കൂ. നീ ഇപ്പൊ എന്താണ് പരിപാടി? ഓ രാവിലെ തന്നെ വെള്ളം. അളി നീ ഇപ്പൊ എന്താണ് പരിപാടി? അല്ലെ ഞാൻ ക്രിപ്റ്റ് സ്റ്റോക്സിൽ ട്രേഡിംഗ് പഠിക്കുന്നു. ഷേ ഏത് മാർക്കറ്റ്? അല്ലെ എല്ലാം ഉണ്ട്. ഞാൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന ഫോറക്സ്. അളി ഞാനും ഇത് പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? നമ്മളെ കഴക്കൂട്ടത്ത്. ഞാൻ നിന്നെ വിളിക്കാൻ കേട്ടെ, എനിക്ക് അവരെ കോൺടാക്ട് നമ്പർ ഒന്ന് തരണേ. നീ എന്തായാലും വിളി. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ അളിയാ. ഞാൻ പോയിട്ട് വരാം. ഓക്കെ. ഇതാടാ താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഹലോ പറയടാ. ചേട്ടാ കച്ചവടം വന്നായിരുന്നോ? രാവിലെ നിന്റെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. എന്നെ കാണാൻ വന്നിട്ട് തിരിച്ചു പോയി, പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരിക്കും. ആ വന്നോടനെ വിളിക്കാൻ പറയാം. ആ ഓക്കെ. അവള് വിളിച്ചിരുന്നു, നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അളിയ എൻ്റെ ഫോൺ മിസ്സായി. ഫോൺ എവിടെ കളഞ്ഞത്? അളിയ ചായ കുടിക്കാൻ നേരത്ത് അവിടെ വച്ചിരുന്ന അളിയ. പിന്നെ അവിടെ പോയി നോക്കാത്തത്?
അവിടെ ഫുള്ള് നോക്കി. ഇതാരും എടുത്തോണ്ട് പോയാണ്. എടുത്താൽ എന്തായാലും ഫോൺ ഓഫ് ചെയ്തിട്ടില്ല, കാരണം അവൾ വിളിച്ചപ്പോഴത്തേക്ക് കോളും ഉണ്ടായിരുന്നു. നീ എന്തും ടെൻഷൻ അടിക്കണത്? അഥവാ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈബർ സെല്ലിൽ ഒരു കേസ് കൊടുക്കാം. പക്ഷെ അതല്ല പ്രശ്നം. നിന്റെ സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. കൊടുക്കേണ്ടത് കൊടുത്തു വെച്ച് എടുക്കേണ്ടത് എടുത്തു വെച്ചാ നിന്റെ കയ്യിൽ നിന്ന് പോകും. എന്തും ചെറ്റത്തിലോടാ നീ കാണിച്ചത്? നാളെ ആ വീഡിയോ എങ്ങനെ ലീക്ക് ആയി കഴിഞ്ഞാൽ ആ പെണ്ണെന്ത് ചെയ്യും? കെട്ടി നോക്കി ചാവണ്ടേടാ അവള്. നീ എന്ത് ചെയ്യും? നിന്റെ അച്ഛൻ്റെ അപ്പനെ വന്ന് നീ എങ്ങനെ നോക്കും? എന്നെ അവള് വിട്ട് പോവാതിരിക്കാൻ. അവൾ പറയണം എന്നെ കളഞ്ഞിട്ട് പോകുന്നു പറഞ്ഞോ? അഥവാ ഇനി ഏതെങ്കിലും പോയില്ല അവർക്ക് നിന്നെ കളഞ്ഞിട്ട് പോകണം തോന്നി കഴിഞ്ഞാൽ അവള് പോവും. ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങിക്കാനൊന്നും പറ്റൂല. അല്ലെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ ലൈഫിൽ ജീവിതാവസാനം വരെയുള്ള കൂടെ കാണുമെന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റൂല. അതിപ്പോ കാമുകയാണെങ്കിലും ആരാണെങ്കിലും. ജനിച്ചു പോയില്ലേ, ജീവിച്ചേ പറ്റുള്ളൂ. ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങോട്ട് ജീവിക്കണം. മനോജാനൊക്കെ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോ മനോജേട്ടൻ കുടിച്ചിട്ട് ഓരോരുത്തന്മാർ വെളിവില്ലാതെ ഓരോന്ന് പറയാനും അത് കേട്ട് ഓരോന്ന് കാണിക്കാൻ നീയും. നമ്മൾ സൈബറിൽ ഒരു കേസ് കൊടുത്താലോ? എടാ സൈബർ സെല്ലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അവിടെ ഇഷ്ടംപോലെ കേസുകൾ ഇപ്പോഴും കെട്ടി കിടക്കുകയാണ്. പിന്നെ ഞാൻ ചാവട്ട ആളിയാ. ചാവട്ട ഇതൊക്കെ ചെയ്യണതിന് ആലോചിക്കണമായിരുന്നു. പറ്റിപ്പോയാളിയാ. എന്തായാലും നിന്റെ ഫോൺ ഓണാണ്. ഒരു വഴിയുണ്ട്. എന്തോന്ന്? നീ വാ. അളി കാര്യം പറയളെ, ടെൻഷൻ അടിച്ചിട്ട് വയ്യ. നീ വന്ന് വണ്ടി കയറി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. വരുമല്ലേ? താങ്കി ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. രണ്ടുപേരുടെ ജീവിത പ്രശ്നമാണ്. പ്ലീസ്. ഓക്കെ. ഡിവൈസ് ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ? ആൻഡ്രോയിഡ്. ഓക്കെ. ഫോണല്ലേ? ഓണോ? ജിമെയിൽ അപ്പോൾ ലോഗിൻ അല്ലേ? ആ ലോഗിൻ ആണ്. അളെ ആൻഡ്രോയിഡ് യൂസേഴ്സിൻ്റെ ഫോൺ മിസ്സായാലേ നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഗൂഗിളിൽ കയറ്റി ഫൈൻഡ് മൈ ഡിവൈസ് സെർച്ച് ചെയ്യുക. അതിൽ പോയിട്ട് നമ്മുടെ ജിമെയിൽ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈൽ എവിടെ ഉണ്ടെന്ന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഫോൺ ഓൺ ആണെങ്കിൽ മാത്രം. സച്ചു 8086@gmail.com. ഓക്കെ, ടെൽ മീ യുവർ പാസ്വേഡ്. ആ പൊളിറ്റി പാസ്വേഡ് അറിഞ്ഞൂടെ? അറിയാം. ആ ഓക്കെ, പറയൂ. മൊഴി. സച്ചു ലവ് മീനാക്ഷി @143. താങ്ക് യു. പിന്നെ ചിരിക്കും. അളിയ ലൊക്കേഷൻ കിട്ടി. കരിമ്പുകോണ ക്ഷേത്രത്തിനടുത്താണ് കാണിക്കുന്നത്. എടാ നിങ്ങൾ പോയിണ്ട, ഞാൻ ഫോൺ വഴി കണക്ട് ചെയ്തോളാം. പണ്ടത്തെ അതേ കൂണ കിന്നാരം ചോദിക്കും. അളിയ നീ ഇപ്പൊ എന്തോന്ന് പരിപാടി? ഓ രാവിലെ തന്നെ വെള്ളം. നീ അങ്ങോട്ട് അവിടെ സംസാരിക്കാം. അളിയ നീ ഇപ്പൊ എന്താണ് പരിപാടി? ചായ വേണം. നീ എന്തായാലും വിളി. ഞാൻ പോയിട്ട് ബാക്കി
അളിയ നമ്മൾ കരിമൂണ ക്ഷേത്രത്തിനോടെ എത്തിയേ. അളിയ ഫോണിന്റെ പൊസിഷൻ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. ഞാൻ എന്തായാലും റിങ്ങിന്റെ ഓപ്ഷൻ കൊടുക്കാൻ പോവാണ്. ഫോൺ കിടന്ന് റിങ്ങി വായം വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, ശ്രദ്ധിക്കും. ഓക്കെ. എന്റെ ഫോണാണ് കേട്ടോ ഇത്. ഇത് ഫോണല്ല ആ ഫോണിങ്ങടെ കേട്ടോ. ഇവിടെ അടിച്ച് ഫോണ് ആശ്വാസമായത്. എല്ലാം ഡിലീറ്റ് ചെയ്ത്. ആ ഫോൺ എടുത്തോ. കാണാൻ പറ്റൂല, ഡിലീറ്റ് ചെയ്തു. ആ ഫോൺ കയറാ. അളിയ റീസൈക്കിളിൽ നിന്നും കളഞ്ഞ്. അതെ, നല്ല കഴിവുള്ള ഒരുത്തന് ഈ കളഞ്ഞ സാധനങ്ങൾ എടുക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇത് കത്തി തീരുമ്പോ നിന്റെ ഈ പ്രശ്നം എല്ലാം തീരും. 1.5 ലക്ഷം രൂപയുടെ സാധനമാണ് നിന്റെ ഫ്രണ്ടിൽ നിന്ന് കത്തണ. EMI പോലും അടഞ്ഞു തീർന്നില്ല. 1.5 ലക്ഷം രൂപയാണ് അത് നിന്റെ മാനമാണോ വലുത്? മാനം. അളിയാ, നീ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. അവന് ബോധമില്ലാത്തോണ്ട് കൊള്ളാം. ഇപ്പോഴത്തെ 2K പിള്ളേരെല്ലാം കിട്ടുന്നതുകൊണ്ടല്ല ആ സാധനം നീലത്താമര കിടന്ന് ഓടിയന്. അല്ല, ആ ഫോണിൽ യൂസ് ചെയ്ത സിം നമ്മൾ യൂസ് ചെയ്താൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ? സിം യൂസ് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഫോണേ ഉള്ളു പ്രശ്നം. പിന്നെ നിന്റെ ആരുടെ കൂടെ മാറിയിട്ട് കത്തിച്ചാ? അളിയ, ഒരു ആവേശത്തിൽ ഞാൻ ചെയ്തു പോയി. കുഴപ്പമില്ല, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ആ പറയടാ. ചേട്ടാ, അവന്റെ ഫോണിൽ ഇത്രയും നേരം വിളിച്ചപ്പോൾ റിങ് ഉണ്ടായിരുന്നു. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. അവൻ അടുത്തുണ്ടോ? ഞാൻ കൊടുക്കാം. ഇവിടെ ഉണ്ട്. ആ പറടാ. ഏട്ടാ, എവിടെയായിരുന്നു? എന്ത് വിളിച്ചിട്ട് എടുക്കാത്തേ? ഞാൻ വണ്ടിയിൽ പോയപ്പോഴേ എൻ്റെ ഫോണ് തെറിച്ച് വീണ് ഒരു വണ്ടി കയറി ഇറങ്ങി ഡിസ്പ്ലേ ഫുള്ള് പോയി. ഓ, അതായിരുന്നോ? അത് ശരിയാക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. ഏട്ടാ, നീ വിഷമിക്കണ്ട, നമുക്കത് വേറെ വാങ്ങാം. എടാ, ഞാൻ നിന്നെ വീടത്തിൽ വിളിച്ചാൽ മതിയോ? ഓക്കെ. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടു.